അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ കാട്ടാനകളെ തുരത്തിയ മേഖലയ്ക്ക് അടുത്ത് വീട്ടുമുറ്റത്താണ് ആന എത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന കൃഷിനാശവും ഉണ്ടാക്കി. വെറ്റിലപ്പാറ 15-ലാണ് ഇന്നും കാട്ടാന ഇറങ്ങിയത്. MS ലിഷോയ് വിവരങ്ങളുമായി അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക്. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, കഴിഞ്ഞ ദിവസം ഒരു കാട്ടാനയെ തുരത്താൻ ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചതിന്റെ ഞെട്ടലിൽ നിന്ന് ആ പ്രദേശം മാറിയിട്ടില്ല. അതേ തുടർന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ച് കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യമൊക്കെ ഇന്നലെ നടന്നത്. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും കാട്ടാനകൾ എത്തിയിരിക്കുകയാണല്ലോ. ഈ പ്രദേശം, ഇപ്പോൾ കാട്ടാന വന്നിട്ടുള്ള പ്രദേശം നേരത്തെ വന്നതിന് തൊട്ടടുത്ത് തന്നെയാണോ? തീർച്ചയായും ഇന്നലെ ആനകളെ തുരത്തിയ ഭാഗത്ത് തന്നെയാണ്, അതിനോട് ചേർന്നുള്ള ഇടത്ത് തന്നെയാണ് വീണ്ടും കാട്ടാന ഇന്ന് പുലർച്ചെ എത്തിയിരിക്കുന്നത്. ഇന്നലെ പകൽ മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ട് ആനകളെ പുഴയ്ക്ക് അക്കരയ്ക്ക് കടത്തി, പ്ലാന്റേഷൻ മേഖലയും കടത്തി ഈ വനപ്രദേശത്തിനോട് ചേർന്ന ഇടത്തേക്കൊക്കെ തന്നെ ഓടിച്ചു വിട്ടിരുന്നു. പക്ഷേ പുലർച്ചെ ആയപ്പോൾ വീണ്ടും ആനകൾ ഈ പരിസരത്തേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് 15-ാം ബ്ലോക്കിലെ മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ മുൻപിലുള്ള CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഈ ആന അവിടെ എത്തുന്നതും വീട്ടുമുറ്റത്തെ പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നതും ഒക്കെ തന്നെ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെയായി പലയിടങ്ങളിലും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ RRT സംഘവും അതുപോലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി ആനയെ തുരത്തുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ആനകൾ ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് കടത്തിവിട്ടാലും തിരികെ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ എത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടാകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. കാണുമ്പോൾ തന്നെ പേടിയുണ്ടാവുന്ന ദൃശ്യങ്ങളാണ്. വീട്ടുമുറ്റത്താണ് ഈ കാട്ടാനകൾ ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിച്ചെത്തുന്നത്.